അപ്പോൾ അതെ അങ്ങനെ വീണ്ടും വീണ്ടും മോഷണം. ഞാൻ ഡെയിലി ചെടി അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ചെടി പോയിട്ട് ഒരു കുരുപ്പ് പോലും ഇല്ല കാണാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കാനുള്ള ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഓരോരോ ചെടികൾ കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ അതൊന്നും പറിക്കാൻ പാടില്ല. പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ അവർ നമ്മുടെ മുത്തിയുടെ മുത്തിക്ക് വരെ വിളിക്കും. വെറുതെ എന്തിനാ അവരുടെ വായിലിരിക്കുന്നത് എരന്ന് മേടിച്ച് കേൾക്കുന്നത്. സോ എൻ്റെ അതിബുദ്ധിയിൽ തോന്നിയ ഒരു ബുദ്ധിയിൽ ആ ഒരു തോന്നലിൽ ഞാൻ പാർക്കിലേക്ക് കയറി. ഇവിടെ വല്ല ചെടികളും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ സകലമാനം ജനങ്ങളും അവിടെ നിരന്നിരിക്കുന്നു. പോരാത്തതിന് ക്യാമറയും. അങ്ങനെ ക്യാമറ ഇല്ലാത്ത ഒരു ഏരിയ തപ്പിയിട്ട് ഞാൻ എൻ്റെ കൈ കൊള്ളാവുന്ന ചെടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറിച്ചങ്ങ് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ റബ്ബർ പ്ലാന്റ് കണ്ടപ്പോൾ എനിക്ക് അത് പറിക്കണമെന്ന് തോന്നി. പക്ഷേ അതെന്ത് ചെയ്ത് പറിച്ചിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അത് വല്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. വെറുതെ ഇതിനെ റബ്ബർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. സോ അതിൽ നിന്ന് 2 ഇലയും പറിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിൽ നിന്ന് നമുക്ക് വേറെ ഇറക്കാൻ പറ്റുമെങ്കിലോ സക്സസ് ആവുമെന്നറിയില്ല. സക്സസ് ആവട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങാനും കരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് അന്നേരം നോക്കിയാൽ മതിയല്ലോ. കണ്ണി കണ്ട എല്ലാ ചെടികളും പറിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ കയ്യിൽ ഒരു ചെടിച്ചട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ പറിച്ചുകൊണ്ട് വന്ന എല്ലാ ചെടികളും ഒറ്റ പോട്ടിലേക്ക് ഞാൻ അങ്ങ് നട്ടു. ഈ കാണുന്ന ഈ ഒരു ചെടി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് നട്ടേക്കണ സാധനങ്ങളാണ്. പിന്നെ മാധവം കെട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല. എല്ലാം സുരക്ഷിതമായിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ കാണുന്ന ഈ ഒരു കുരിപ്പ് ശല്യമായി കൊണ്ടിരിക്കുകയാണ്. ഡോർ തുറക്കാൻ വേണ്ടി കാത്തിരിക്കും അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആരോ ഉപേക്ഷിച്ചിട്ടിട്ട് പോയ ഒരു പൂച്ചയാണ്. സോ അതുകൊണ്ട് തന്നെ ആൾക്ക് എങ്ങനെയും അകത്ത് കയറി പറ്റണം.